ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ അല്ലു അർജുനെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അറസ്റ്റ് ചെയ്ത് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുന്ന കുറ്റം ചാർത്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രമോഷനുമായി ബന്ധപ്പെട്ട് റിലീസിന് ദിവസം തന്നെ അല്ലു അർജുൻ തിയേറ്ററിൽ പോവുകയും അവിടെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ നിലനിൽക്കില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നും അദ്ദേഹത്തിൻ്റെ തടസ്സ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യം സംശയകരമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് കോടതി അല്ലു അർജുൻ്റെ അറസ്റ്റിന് അനുമതി നൽകിയത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വളരെ സുപ്രധാനമായ സന്തോഷകരമായ ഒരു വാർത്ത ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ അല്ലു അർജുന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുന്നത് നിലനിൽക്കുമോ എന്ന കാര്യം സംശയകരമാണ് എന്നാണ് കോടതി പറയുന്നത്. ഒരു പൗരന് എവിടെയും സ്വാതന്ത്ര്യം സഞ്ചരിക്കാനും അതുപോലെ തന്നെ തൻ്റെ സിനിമയുടെ പ്രൊമോഷൻ നടത്താനും എല്ലാമുള്ള അധികാരം എല്ലാ വ്യക്തികൾക്കും ഉള്ളതുപോലെ തന്നെ അല്ലു അർജുനും ഉണ്ട് എന്നും അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് അത് ഇല്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ അല്ലു അർജുൻ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ജയിൽ മോചിതനാകുന്നതാണ്. നമുക്ക് ആദ്യം സന്തോഷകരമായ ആ വാർത്തയിലേക്ക്. സാവിത്രി, അപ്പോൾ എന്തൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇടക്കാല ജാമ്യ തീരുമാനം വരുന്നത്? പ്രധാനമായും ജസ്റ്റിസ് ജൂഡ് ശ്രീദേവി അധ്യക്ഷയായ ബെഞ്ച്, സിംഗിൾ ബെഞ്ചിൽ പ്രധാനമായും അവർ പറഞ്ഞത് ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുന്ന കുറ്റം ഇതിൽ നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളതാണ്. ഒരു ജനപ്രീതിയുള്ള നടൻ അല്ലെങ്കിൽ സൂപ്പർ താരം എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിടത്ത് പോകാനോ ഒരു സിനിമയുടെ പ്രൊമോഷൻ നടത്താനോ പാടില്ല എന്നുള്ള തരത്തിൽ അല്ലു അർജുന് മേൽ ഒരു തരത്തിലുള്ള നിയന്ത്രണവും വെക്കാൻ കഴിയില്ല. ഒരു പ്രൊമോഷന്റെ ഭാഗമായി ഒരിടത്ത് അല്ലു അർജുൻ പോയി എന്നുള്ളത് കൊണ്ട് ഒരു ദുരന്തമുണ്ടായി എന്ന് ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ പറയാൻ കഴിയില്ല. അതിനാൽ തന്നെ ജാമ്യം നൽകരുത് എന്നുള്ള സർക്കാർ അഭിഭാഷകന്റെ വാദങ്ങൾ തൽക്കാലം അംഗീകരിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ ജഡ്ജി വ്യക്തമാക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി ഒരു നാടകം എന്നോണം പോലീസ് നമ്മുടെ തെലുങ്കാനയിലുള്ള അല്ലു അർജുന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്കായിരുന്നു നമ്മുടെ അല്ലു അർജുനെ ആദ്യം കോടതി റിമാൻഡ് ചെയ്തിരുന്നത്. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കോടതി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ അവകാശങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാ ആർഗ്യുമെൻസും കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തെരുവുകളെല്ലാം തന്നെ ആഘോഷത്തിമർപ്പിലാണ്. നമ്മുടെ അല്ലു അർജുൻ്റെ ഫാൻസും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം ചേർന്ന് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് തെരുവുകൾ എല്ലാം ആഘോഷത്തിമർപ്പിലാണ്. അല്ലു അർജുൻ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ജയിൽ മോചിതനാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും കോടതി പ്രത്യേകമായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മരിച്ച ആ വ്യക്തിയോടുള്ള എല്ലാ ആദരവും അതുപോലെ തന്നെ എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ജാമ്യം നൽകുന്നത് എന്നും ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ജാമ്യത്തെ എതിർക്കാൻ വേണ്ടി പറ്റില്ല എന്നും പേഴ്സണൽ റൈറ്റ് എല്ലാവർക്കും ഒരുപോലെയാണ് എന്നും കോടതി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.